അന്തർ സംസ്ഥാന പാതയായ CNG റോഡിൽ നിലമ്പൂർ ചന്തക്കുന്ന് മുതൽ വെളിയന്തോട് വരെയുള്ള ഭാഗങ്ങളിലെ കുഴികൾ അടച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്ന് ബസ് ഉടമകൾ. റോഡിലെ കുഴികൾക്ക് പരിഹാരം കാണാത്ത പക്ഷം ബസ്സുകളുടെ സർവീസ് നിർത്തിവെക്കേണ്ടി വരുമെന്നും ബസ് ഓണേഴ്സ് ഭാരവാഹികൾ പറഞ്ഞു. നിലമ്പൂരിലെ അന്തർ സംസ്ഥാന പാതയായ KNG റോഡിൽ ചന്തക്കുന്ന് മുതൽ വെളിയന്തോട് വരെയുള്ള ഭാഗത്ത് റോഡുകൾ ചെറുതും വലുതുമായ വലിയ കുഴികൾ രൂപപ്പെട്ട് ചില ഭാഗങ്ങൾ വലിയ ഗർത്തങ്ങളായി കിടക്കുകയാണ്. ഇരുചക്രവാഹനങ്ങൾക്ക് പോലും പോകാൻ കഴിയാത്ത വിധം തകർന്നു കിടക്കുകയാണ്. ഈ റോഡ് കുഴികളടച്ച് അടിയന്തരമായി സഞ്ചാരയോഗ്യമാക്കണമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ PWD അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബാംഗ്ലൂരിലേക്കും മൈസൂരിലേക്കും പോകുന്ന ചെറുവാഹനങ്ങളും മറ്റു വാഹനങ്ങളും അന്യസംസ്ഥാനത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന വാഹനങ്ങളടക്കം ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇടതടവില്ലാതെ ഇതുവഴി കടന്നു പോകുന്നത്. മഴ പെയ്യുമ്പോൾ കുഴികളിൽ വെള്ളം നിറഞ്ഞ് റോഡേതാണ് കുഴികളേതാണെന്നറിയാതെ ചെറുവാഹനങ്ങളൊക്കെ ചാടുന്ന അവസ്ഥയാണുള്ളത്. ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന CNG റോഡിന്റെ ചന്തക്കുന്ന് മുതൽ വെളിയന്തോട് വരെയുള്ള ഭാഗത്താണ് വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത്. മഴക്കാലം തുടങ്ങിയതോടെ കുഴികളിൽ വെള്ളം നിറഞ്ഞ് ചെളിക്കുളങ്ങൾ ആയിരിക്കുകയാണ്. റോഡിലെ കുഴികൾ കാരണം ചന്തക്കുന്ന് മുതൽ നിലമ്പൂർ വരെ വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. നൂറുകണക്കിന് സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്ന റോഡായതിനാൽ ബസ് സർവീസിനെയും കാര്യമായി ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് റോഡിലെ കുഴികൾ എത്രയും പെട്ടെന്ന് അടച്ച് ഗതാഗത യോഗ്യമാക്കണമെന്നും നിലവിലെ റോഡിന്റെ ഈ അവസ്ഥയിൽ ബസ്സുകൾക്ക് സർവീസ് നടത്തുവാനാകില്ലെന്നും ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റി യോഗം അധികൃതരോട് അഭ്യർത്ഥിക്കുകയും PWD റോഡ് വിഭാഗം എഞ്ചിനീയർക്ക് നിവേദനവും സമർപ്പിക്കുകയും ചെയ്തു. ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കളത്തും പടിക്കൽ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് വൈസ് പ്രസിഡന്റ് നിയാസ് ചാലിയാർ, ഭാരവാഹികളായ ഷൗക്കത്ത് അലി ഉള്ളാട്ടുപറമ്പിൽ, KT മെഹബൂബ്, A1 ബാബു മമ്പാടൻ, ഹമീദ് കുരുക്കൾ, A ഷമീർ ബാബു എന്നിവർ പ്രസംഗിച്ചു.